ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു കൊല്ലം നീരാവിൽ സ്വദേശിനി രാധാമണി. ഈ പ്രായത്തിലും വിശ്രമമില്ലാതെ ജോലി ചെയ്ത് കുടുംബം പോറ്റുകയായിരുന്നു ആ വീട്ടമ്മ. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ചിരിച്ച മുഖത്തോടെ ലോട്ടറി ടിക്കറ്റുകളുമായി നടക്കുന്ന രാധാമണി ചേച്ചിയെ എല്ലാവർക്കും സുപരിചിതവുമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം അതിരാവിലെ നാട്ടുകാർ കേട്ടത് ഇവരുടെ ദാരുണമായ മരണവാർത്തയായിരുന്നു. ചെറിയൊരു അശ്രദ്ധ വരുത്തിവെച്ച മരണം. എന്നും രാവിലെ എഴുന്നേറ്റ് വീട്ടുജോലികളെല്ലാം തീർത്ത് ലോട്ടറി വിൽപ്പനയ്ക്കായി ഇറങ്ങുന്നതായിരുന്നു ഇവരുടെ പതിവ് രീതി. അത്തരത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് സാധാരണത്തെ പോലെ മുറ്റം വൃത്തിയാക്കുന്നതിനിടെ കരിയിലകൾക്കിടയിൽ പതിയിരുന്ന അപകടം ആ പാവം സ്ത്രീ അറിഞ്ഞില്ല. ഒരു പാമ്പിന്റെ രൂപത്തിലെത്തിയാണ് വിധി ആ വീട്ടമ്മയുടെ ജീവൻ കവർന്നെടുക്കുന്നത്. ഇത്തരം ജോലികളൊക്കെ ചെയ്യുന്ന വീട്ടമ്മമാരോടാണ് ഇനി വേനൽക്കാലമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും തങ്ങളുടെ വീടുകളിൽ വളരെയധികം ശ്രദ്ധാലുക്കളാകേണ്ടതുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ വീട്ടിലും പരിസരങ്ങളിലുമൊക്കെയായി നമുക്ക് പാമ്പുകളെ ധാരാളമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകൾ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദയവായി അറിയാൻ ശ്രമിക്കുക. സാധാരണത്തെ പോലെ എഴുന്നേറ്റ ശേഷം രാവിലെ 6 മണിയോടുകൂടിയാണ് രാധാമണി വീടിന്റെ മുറ്റം വൃത്തിയാക്കാനായി ഇറങ്ങുന്നത്. അതിനിടയിലാണ് അറിയാതെ പാമ്പിനെ ചവിട്ടുകയും കടിയേൽക്കുകയും ചെയ്യുന്നത്. ഉടൻ തന്നെ വീട്ടുകാരും അയൽവാസികളും ഓടിയെത്തി അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കൊല്ലം ജില്ലാ ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വേനൽക്കാലം പാമ്പുകൾ കൂടുതൽ സജീവമാകുന്ന സമയമാണ്. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, അസഹനീയമായ ചൂടാണ്. ഭൂമിക്കടിയിലും മാളങ്ങളിലും കല്ലുകൾക്കിടയിലും കഴിയുന്ന പാമ്പുകൾക്ക് വേനൽ തുടങ്ങുന്നതോടെ ചൂട് താങ്ങാൻ കഴിയില്ല. തണുപ്പും ഈർപ്പവുമുള്ള സ്ഥലങ്ങൾ തേടി അവർ പുറത്തേക്ക് വരുന്നു. നമ്മുടെ വീടുകളിൽ ശുചിമുറികളും നനവുള്ള മുറ്റങ്ങളും ചെടിച്ചട്ടികൾക്കിടയിലുമൊക്കെ ഇവർ അഭയം തേടുകയും ചെയ്യും. ഇനി മറ്റൊന്ന്, ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങൾ പല വിഷപ്പാമ്പുകളുടെയും പ്രജനന കാലഘട്ടമാണ്. ഈ സമയത്ത് ഇണ തേടി പാമ്പുകൾ കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിക്കുകയും കൂടുതൽ അക്രമാസക്തരാവുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഇലപൊഴിച്ചിലാണ്. വേനലിൽ റബ്ബർ തോട്ടങ്ങളിലും പറമ്പുകളിലും ഇല പൊഴിയുന്ന സമയമാണ്. കരിയിലകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ചേനത്തണ്ടൻ പോലെയുള്ള പാമ്പുകളെ തിരിച്ചറിയാൻ സാധിക്കുകയുമില്ല. ഇതും വളരെയധികം അപകടം വിളിച്ചു വരുത്തുന്ന ഒന്നു തന്നെയാണ്. ഇവിടെ ഈ വീട്ടമ്മയ്ക്ക് പറ്റിയ അബദ്ധമെന്ന് പറയുന്നത് അവർ രാവിലെ വെളിച്ചം വരുന്നതിന് മുന്നേ തന്നെ മുറ്റം അടിച്ചു വരാനായി പോയി എന്നതാണ്. ഇത് പ്രത്യേകം വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. വെളിച്ചക്കുറവുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക. ഇനി പാമ്പുകളെ അകറ്റാനായി എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നത് തന്നെയാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. വീടിന് പരിസരത്തായുള്ള പുല്ലുകളും കുറ്റിച്ചെടികളുമെല്ലാം പതിവായി വെട്ടി വൃത്തിയാക്കുക. അതുപോലെ തന്നെ മരംകൂട്ടങ്ങൾ, ചെങ്കല്ല്, ഷീറ്റ്, പഴയ ടയർ തുടങ്ങിയവയൊന്നും വീടിനോട് ചേർന്ന് സൂക്ഷിക്കാതിരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എലി നിയന്ത്രണമാണ്. അടുക്കള, സ്റ്റോറൂം എന്നിവ വൃത്തിയായി സൂക്ഷിക്കുക. ഭക്ഷണാവശിഷ്ടങ്ങൾ തുറന്നു വയ്ക്കുകയോ അലക്ഷ്യമായി വലിച്ചെറിയുകയോ ചെയ്യരുത്. പാമ്പുകളുടെ പ്രധാന ഭക്ഷണമെന്ന് പറയുന്നത് എലികൾ തന്നെയാണ്. അതുപോലെ തന്നെ ചെടിച്ചട്ടികളും കൃത്യമായി പരിപാലിക്കേണ്ടതുണ്ട്. പാമ്പുകൾ വസിക്കാൻ സാധ്യതയുള്ള മാളങ്ങളോ പൊത്തുകളോ ഉണ്ടെങ്കിൽ അത് അടയ്ക്കാനും ശ്രദ്ധിക്കുക. രാത്രികാലങ്ങളിൽ വീടിന് പുറത്തിറങ്ങുമ്പോൾ മതിയായ വെളിച്ചമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കോഴികളെ വളർത്തുന്നവർ കൂടുകൾ പാമ്പുകൾക്ക് കടക്കാൻ കഴിയാത്ത വിധം സുരക്ഷിതമാക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പാമ്പുകളെ വീട്ടിൽ നിന്നും അകറ്റാനായി സാധിക്കുന്നു. എന്നാലും ഈ വീട്ടമ്മയ്ക്ക് സംഭവിച്ചത് ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.